ഹായ്, നമ്മൾ എവിടെ പോവാ പാപ്പ? നമ്മൾ ഇപ്പോൾ പോകുന്നത് ഡാർജിലിംഗ്. ഓക്കെ, എന്താ പ്ലാൻ? പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ സീയിങ് ബെസ്റ്റ് പ്ലേസസ്, ടൂറിസ്റ്റ് പ്ലേസസ്. അവിടെ എല്ലാം പോയി ആ മലമുകളിലെല്ലാം പോയി നമുക്ക് നോക്കാം എന്തെല്ലാം നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുള്ളതല്ലോ. അവിടെ പോയി നമുക്ക് കാണാം. ഇനിയിപ്പോ കാണുന്ന കാഴ്ച നമുക്ക് ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടില്ല. ഗുഡ്. ഓക്കെ, ബൈ. അയ്യോ, പേടിച്ചു പോയി ഞാൻ. എല്ലാരും ഇറങ്ങി, ഇനി ആരും പേടിപ്പിക്കാനില്ല. ബാ. ഓ, ഞാൻ പിന്നെയും പേടിച്ചു. കം വാ മോനെ, ആരും ഇല്ല ഇനി അവിടെ. എല്ലാരും അങ്ങ് ഇറങ്ങിയാണ്. എന്റെ ധർമ്മപത്നി ഷീല MS പിള്ളെ. ഓക്കെ, വീഡിയോ ഫോട്ടോ എടുക്കുന്നുണ്ട് നിന്നോ. ഇതാണ് UK PM. ഞങ്ങൾ UK പാക്ക് ചെയ്യുന്ന ടീമാണ്. ഓക്കെ, ഫയർ ചെയ്യുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. ഞാൻ ഒരു പ്രാവശ്യം ഫയർ ചെയ്യാൻ വന്നിട്ടുണ്ട് കുംസാസിന്റെ ഫയറിന് വേണ്ടിട്ട്. അത് അവിടെ ചെയ്ത് അവിടെ ഇപ്പൊ പോലീസുകാർ കൊടുത്തേക്കും. ഓക്കെ, വെടിവെക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ. നമ്മുടെ അമ്പലത്തിലൊക്കെ കമ്പം പൊട്ടുന്ന പോലെ സൗണ്ട് കേൾക്കുന്നത് ഇവിടെ വെടിവെക്കുന്ന സൗണ്ടാണ്. ഫുൾ വെടി മുഴക്കമാണ്. അമ്പലത്തിലൊക്കെ കമ്പം പൊട്ടുന്ന പോലെയാണ് സൗണ്ട് കേൾക്കുന്നത്. നൈസ്. आप कुछ बोल दो, वो YouTube बना रहे हो, आप अपना नाम बता दो इनको. मैं दार्जिलिंग का रहने वाला हूँ, ड्राइवर BSF का. ओके, दार्जिलिंग का रहने वाला हूँ और BSF में सर्विस कर रहा हूँ. और अभी आप लोगों को पहाड़ लेके जाना इनका ड्यूटी है. ഓക്കെ, നമ്മളെ ഡാർജിലിംഗ് കൊണ്ടുവന്നത് പുള്ളിയാണ്. നമ്മൾ ഈ വിളിക്കുന്ന സ്ഥലം ഫെസ്റ്റിവൽ കാണിച്ച് ഡാർജിലിംഗിനടുത്തുള്ള എറിക് എന്ന് പറയുന്ന സ്ഥലമാണ്. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 3200 അടി മുകളിൽ നല്ല തണുപ്പുള്ള ഒരു പ്രദേശം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, തേയിലത്തോട്ടങ്ങളുടെ രാജാവെന്ന് പറയുന്ന സ്ഥലമാണ്
ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്. ഇവിടുത്തെ തേയിലയൊക്കെ വളരെ ഫേമസാണ്. ഇത് മാത്രമല്ല, ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നേപ്പാളും ഇന്ത്യയുമായിട്ട് ബന്ധം പുലർത്തുന്ന ഒരു സ്ഥലം. ആ കാണുന്നതാണ് നേപ്പാൾ. ഇത് ഇന്ത്യ. ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്ന ഒരു പട്ടാളമാണ് SSB, സശസ്ത്ര സീമാബൽ എന്ന് പറയുന്ന ഒരു പട്ടാളമാണ് ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്നത്. ബാക്കി ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ഇന്ത്യൻ പട്ടാളത്തിൻ്റെയും ഡ്യൂട്ടിയിൽ വളരെ പ്രാധാന്യം ഉള്ളൊരു സ്ഥലമാണ്. സെക്യൂരിറ്റി വെച്ച് നോക്കുമ്പോൾ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ കൂടെ ഒരു കുട്ടിയുണ്ട് ഗൈസ്, ഒരു വഴക്കാളിക്കുട്ടി. അങ്ങനൊന്നുമില്ല, കാപ്പി ഉണ്ടായി, ചായ ഉള്ളു. ഞാൻ കാപ്പി ഉണ്ടാക്കി. എങ്ങനെയുണ്ട് ഡാർജിലിംഗിലെ കോഫി കുറിച്ചിട്ട് എന്താ പറയുക? കൊള്ളാം, നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട് അമ്മേ? നല്ല കോഫിയാണ്. ഉണ്ട്, അത് നമുക്കറിയാം. കാപ്പിയൊക്കെ ഉണ്ട് ഇവിടെ. ഗൈസ്, ചെടികളൊക്കെ കണ്ടപ്പോൾ ഷീലാമ്മ സ്റ്റക്കായി നിൽക്കുകയാണ് ഗൈസ്. ഈ ഡ്രസ്സൊക്കെ നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം, അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ്. ഗൈസ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എവിടാണ്? മരിക്ക്. അല്ലേ, ഇമാതിരി ടീംസിന്റെ കൂടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഗൈസ്, നമ്മൾ ബോട്ടിൽ പോവാണ് ഗൈസ്. ഇങ്ങനെ ചലക്കാണല്ലോ. നമ്മള് മരിക്ക് തടാകത്തിലൂടെ പോവാണ് ഗൈസ്. ये कितना गहराई है? ये 35-40 फुट है। अच्छा, बहुत कम है. ये पानी अच्छा है. पानी कितना अच्छा नहीं है. അച്ഛനായി കുടിക്കാനൊന്നും കൊള്ളത്തില്ലെന്ന്. വീണാ പോലും വാ തുറക്കരുത്, അഴുക്കുള്ളായിരിക്കും വായിക്കരുത്. मछली है ना सर, इसमें कुछ मछली के वैसे मोटर नहीं है, मीन है इसमें. बहुत अच्छा मोटर प्रोपेलर ഇവിടെ എല്ലാം കുതിരകളെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ആക്സിഡന്റ് നടന്നു, സാരമില്ല, നമ്മൾ മൈൻഡ് ആക്കണം. അതെ അതെ, ഇവിടെ വേറെ കുറെ ചെടികളൊക്കെ ഉണ്ട്, നമ്മൾ മൈൻഡ് ചെയ്താലാണ് കരയാൻ നിൽക്കുന്നത്. കണ്ടോ, ഇത് ചെമ്പരത്തി പോലത്തെ ഒരു സാധനം, പക്ഷെ തെറ്റിയുടെ ഇല പോലെയാണ് നിൽക്കുന്നത്. ശീലമ്മ ഇതൊക്കെ ബ്ലണ്ടർ അടിച്ചിരിക്കുകയാണ്. ആ, പിന്നെ നമ്മൾ ഒരു ഫ്രൂട്ട്, നമ്മുടെ ഇവിടുത്തെ ലവലിക്ക പോലത്തെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ നല്ലതാണ്. सिल्लीगुड़ी कॉरिडोर किस मैप में है, वो मैप का नंबर हमको ढूंढना पड़ेगा. ഇതാണ് പപ്പ ലീവിലാണ്, എന്നിട്ട് പപ്പയ്ക്ക് ഓഫീസിൽ നിന്ന് കോൾ വന്നുകൊണ്ടിരിക്കണം. एसटीसी के पास जो ट्रेन रिक्रूट को जो सिखाता है ना, तो यहाँ का मैप एसटीसी में मिलेगा, हमारे यूनिट में नहीं है. बोलो ഹായ് ഗൈസ്. इस तरह मेरे को जरूर पड़ा. ഹായ്, നിങ്ങൾ എവിടുന്ന? अगर वो കൊല്ലം. इधर तो बैकुंठपुर പപ്പടത്തിനൊക്കെ അടി ഉണ്ടാക്കുന്ന ടീംസാണ് ഞങ്ങള്. ലൈസൊക്കെ പൊട്ടിച്ച. ഹായ് ബേബി. ഹായ്, വാട്ട്സ് യുവർ നെയിം? ഫ്ലാക്കിയോ? മോളുടെ പേരെന്താണ്? മോളുടെ പേരെന്തുവാ? ഗൈസ്, ഇത് ഭയങ്കര എക്സ്ക്ലൂസീവാണ്. നമ്മളിപ്പോൾ നേപ്പാളിലാണ്. ഓക്കെ, വെൽക്കം ടു നേപ്പാൾ.
നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ നമ്മുടെ അവിടെ കിട്ടുമല്ലോ. നമ്മളിങ്ങനെ കിടക്കുന്നതാണ്. നേപ്പാളിൽ നിന്ന് ഹായ് നേപ്പാളിലെ പട്ടി. ഇതൊക്കെ അങ്ങോട്ട് വിളിച്ചു പോകണം. അപ്പോഴാണ് കറങ്ങാനുള്ള സ്ഥലം. മതി നമുക്ക് ഈ ഇത് കണ്ടോ. ബോർഡ് മതിയല്ലോ. ഹായ് ഗൈസ്, ഇന്ത്യയിലെങ്ങും വാള് വെക്കാതെ ഞാൻ നേപ്പാളിൽ വന്നെങ്കിൽ വാള് വെച്ചിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ക്ഷത്രിയ കുടുംബമായോണ്ട് ഞങ്ങൾ എവിടെ പോയാലും വാള് വയ്ക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് പൈൻ മരത്തിൻ്റെ ഇടയ്ക്കാണ്. ഓക്കെ, തടുത്തിട്ട് വയ്യ. ഓക്കെ, നമ്മൾ ഡാർജിലിംഗ് എത്തി. നമ്മുടെ റൂമാണിത്. നമ്മുടെ അല്ല, പപ്പടയൊക്കെ റൂമാണ്. നമ്മുടെ റൂം അപ്പുറത്താണ്. ഹായ് ഗായ്സ്, ഹായ്. ഒരു ഹായ് പറഞ്ഞോ. കാര്യം പറയാം. ഹായ്. Hey guys, welcome to our third day of trip. നമ്മുടെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. ഹായ്. ഇവിടെ സൂപ്പർ തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ് ഗൈസ്. ഇവിടെ ഡാർജിലിംഗിൽ ഒരു ടെമ്പിളിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ഓ, ലച്ചു ഹായ് ഒക്കെ പറയുന്നുണ്ടോ. കൊച്ചു മൈൻഡ് പോലും ചെയ്യുന്നില്ല. കാർട്ടൂണിലൊക്കെ കൊച്ചിനെ പോലെ വായുണ്ട്. ജാപ്പനീസ് ടെമ്പിളാണിത്. ഓ, ചൈനീസ് ഒക്കെ വായിക്കുമെന്ന് തോന്നുന്നു. കേറുവന്നെ, വാ വാ വാ. നമ്മളിതിൻ്റെ കുറച്ച് മുകളിലോട്ട് പോവാണ്. സ്റ്റെപ്പ് കയറി പോകണം. തണുപ്പ് കാരണം അനങ്ങാൻ പോലും പറ്റുന്നില്ല. എന്താണ് നടക്കാൻ. ഇവിടെ ഇപ്പോൾ 7 ഡിഗ്രി സെൽഷ്യസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഊന്നീര് പോലും ഇറക്കാൻ പറ്റുന്നില്ല. അതുപോലെ തണുപ്പ്, നടക്കാൻ പറ്റുന്നില്ല. പക്ഷേ നൈസാണ്. ഇവിടെ ആൾക്കാരൊക്കെ തിരക്ക് കൂടി തുടങ്ങി. ചെറുതായിട്ട് വെയിലൊക്കെ വന്നു തുടങ്ങിയ ടൈമാണ്.
ഇതോ കിടക്കുന്നു. കുഞ്ഞു വലിയ കൊച്ചല്ലേ? എഞ്ചിൻ മാത്രമേ ഉള്ളൂ. ഇന്ന് കൽക്കരി ഇറക്കി വന്നു. കൽക്കരി കൊണ്ടു കൊടുത്തതും ഡീസൽ അടിഞ്ഞോട് നോക്കും. സമയം എടുക്കും തോന്നുന്നു. അവള് ടിക്കറ്റ് എടുത്ത് കയറി. ഇയാളുടെ ഉറക്കമെല്ലാം പോയി. ചെറുതിന് പവർ ആയിട്ടുണ്ട്. കൊച്ചിൻ്റെ ഉറക്കമെല്ലാം പോയി. ഇങ്ങോട്ട് നോക്ക്. പിന്നെ കാട് ഇത് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഇവരങ്ങ് ഒന്നര എങ്ങനെയെങ്കിലും ഇതിനകത്ത് വാലുള്ള കുരങ്ങ്. ഹായ് പറഞ്ഞേ. അത് അപ്പുറത്തൂടെ എല്ലാം കൂടെ തണുപ്പായിട്ട് കെട്ടി. ഗൈസ് നമ്മൾ എ വെച്ച് ആപ്പിൾ, ബി വെച്ച് ബോൾ, വൈ വെച്ച് യാക്കെന്ന് പഠിക്കുന്ന മൃഗത്തെ അങ്ങനെ നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അത് സംഭവിച്ചിരിക്കുന്നു. നമ്മൾ വൈ ഫോർ യാക്ക് കണ്ടുപിടിച്ചിരിക്കുന്നു. ഇഷ്ടം പോലെ ഉണ്ട് ശ്രീനഗറിൽ. അമ്മ എടുക്കാം. അപ്പൊ ക്ഷീണിച്ചു വന്നു. ഇതിലെ സാധനങ്ങൾ ചുമ്മിക്കൊണ്ട് പോകുന്നതാണോ? അതാണ് യാക്ക്. ജമ്മു കാശ്മീരിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ. സാധനങ്ങൾ കൊണ്ടുപോകുന്ന അകത്താണ്. ആ തൊപ്പി വെച്ചിട്ട് ലച്ചു ആള് മാറിപ്പോയി. അപ്പൂപ്പനാന്ന് പറഞ്ഞ ഏതോ ഒരു നേപ്പാളി അപ്പൂപ്പന്റെ പുറകെ ലച്ചു ഓടിപ്പോയി ഗൈസ്. അപ്പൂപ്പ മാറിപ്പോയി ഗൈസ്. അങ്ങനെ ഇപ്പൊ നേപ്പാളി കൊണ്ടുപോയനെ ഗൈസ്. കിട്ടിയതാവട്ടെ. ഇവിടെ അടുത്തുണ്ട്, നോക്കിക്കോളൂ. കണ്ടോ? ഹായ് ഗൈസ്, ഞങ്ങൾ ടൈഗർ ഹിൽസിലാണ്. കാഞ്ചൻജംഗ കാണാൻ വന്നിട്ട് ചെറുതായിട്ട് കണ്ടു. ഇവിടെ എന്തോ ഷൂട്ടിംഗ് നടക്കുന്നു ഗൈസ്. ഇവിടുത്തെ സിനിമ നടന നടിയാണെന്നൊന്നും അറിയത്തില്ല, ഷോർട്ട് ഫിലിം ആണെന്നൊന്നും അറിയത്തില്ല. നമ്മുടെ ഏട്ടായി കോഫി ആണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഏട്ടായി കോഫി ആയിരിക്കും ഇത്. ഇവിടെ തണുത്ത് വെച്ച്. ഹേയ് ഹലോ, ഹായ്, എന്തുകൊണ്ട് വിശേഷം? സുഖം. നിങ്ങൾ ടൈഗർ ഹില്ലിൽ നിൽക്കുമോ ഇപ്പം അല്ലേ? അതെ. കാഞ്ചൻജംഗ ഹില്ല് കാണാൻ വേണ്ടി വന്നതാ, പക്ഷെ ഒരു രക്ഷയില്ല. ഇപ്പം ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ടും തണുപ്പ് കൂടിയത് കൊണ്ടും കണ്ണുപിടിക്കുന്നില്ല. ഒന്നും കാണുന്നില്ല. സത്യാവസ്ഥ. പിന്നെ ഒരു മദാമ്മ പെണ്ണ് ഇവിടെ നിൽക്കുന്നുണ്ട്, അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക. തണുപ്പ് എങ്ങനെയുണ്ട് പപ്പേ? തണുപ്പ് കുഴപ്പമില്ല. കട വായിക്കണം പോകുന്ന ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്ന കേസ്. ഏട്ടായി കോഫി, ഇവിടുത്തെ ഏട്ടായി കോഫിയാന്ന് തോന്നുന്നു. അവിടെ ജാടവേലം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. വലിയ സിനിമ നടിയാണ്, ഇത്ര ജാട കാണത്തില്ല. ഇത് കൂടി വരും കേട്ടോ, മഞ്ഞ് കൂടി വരികയാണ്. സെൽഫി ഇത് സെൽഫി അല്ലേ പോ. ഓക്കെ ഗൈസ്, വെയിലൊക്കെ എവിടെ നിന്നാണ് വരുന്നത് ഗൈസ്. ഇറ്റ്സ് നൈസ്. ആ കണ്ട്. ആരാ അത്? ആക്ടേഴ്സാ? ഫിലിം ആക്ടർ है ना? ഇവിടെ ഫിലിം ആക്ടർ, ലോക്കൽ ഷോർട്ട് ഫിലിം है.
केरला से एटाई कॉफी टीम से। अच्छा ഇവിടെ മാർച്ച് നടക്കണേ ഡ്രില്ല് ചെയ് വിളിച്ചു നമ്മൾ തുള്ളിച്ചാടത്തില്ലേ റെഡി 1 2 3 സ്റ്റാർട്ട് കാണിക്കട്ടെ ഒന്നുകൂടെ ആ ഒന്നൂടെ एक दो खाली 1 2 3 4